അള്ളാഹിൻ്റെ തൃപ്തിയില്ലാത്ത ഒരാൾക്ക് നാളെ ശഫാഅത്ത് ലഭിക്കും എന്നാരും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇന്നിവിടെ പലരും അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉമ്മത്തിൽപ്പെട്ട വലിയൊരു വിഭാഗം നിസ്കാരത്തിൽ നിന്നും സൽക്കർമ്മങ്ങളിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കുകയും ഇത്തരം മൗലൂദ് സദസ്സുകളിലും അതല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള റാത്തീബുകളിലും അതല്ലെങ്കിൽ ഈ നിലക്കുള്ള ബിദ്അത്തുകളിലും മാത്രം അവർ കേന്ദ്രീകരിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊക്കെ ചെയ്താൽ മതി, നിനക്കിത് നാളെ ശഫാഅത്തായിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. സഹോദരങ്ങൾ, എത്ര മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് ഇവരുടെ ഈ തെറ്റായ ശഫാഅത്തിൻ്റെ വിശ്വാസം ആളുകൾ എത്തിച്ചിരിക്കുന്നത്. ദീനുൽ ഇസ്ലാം നിന്ന് അകറ്റാനുള്ള കാരണമായിട്ടാണ് പറയുന്നത്. അത് ഫഖറോടുകൂടി പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫഖറോടുകൂടി ചില ആളുകൾ പറയാൻ. ഇന്നലെ ഒരു വ്യക്തിയുടെ, അയാൾ വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പറയുന്ന ഇവിടെയുള്ള ഫാഷിസ്റ്റ് ശക്തികളെ കുറിച്ചിട്ടൊക്കെ നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് പൊതുവിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിൽ വലിയ സ്വീകാര്യതയുള്ള ഒരു മനുഷ്യനാണ്. എന്തോ സുഹരി എന്നോ അൻസാരി എന്നോ എന്തോ രൂപത്തിൽ പേരുള്ളൊരു വ്യക്തിയെ കാണാൻ സാധിക്കും. അയാൾ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അയാൾ മറ്റൊരാൾ അയച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. ആ പോസ്റ്റിൽ ദീനുൽ ഇസ്ലാമിനെ പച്ചക്ക് അതിൽ കുഫറും ഷിർക്കുകളൊക്കെ തോന്നിവാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റഹ്മത്തുൽ ഖാസിമി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സംസാരമാണ് അയാൾ കൊടുത്തിട്ടുള്ളത്. എന്താണ് ആ സംസാരത്തിലുള്ളത്? നിങ്ങൾക്കൊരു വർത്താനം അറിയോ? ഞാൻ ഈ റബീഉൽ അവ്വൽ 12 രാത്രി കൊല്ലങ്ങളായി യാത്ര ചെയ്യുന്നവരാണ്. ഇങ്ങനെ യാത്ര ചെയ്യും. എന്ത് ചിലപ്പോൾ അയാൾ ദ്വാരക്കാൻ പറയും, ചിലപ്പോൾ പരിപാടി ഉണ്ടായി തിരിച്ചു പോകും. ഞാൻ ഈ കാണുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച എന്താണെന്നറിയോ? എനിക്ക് അത്ഭുതമാണ് ഇപ്പോഴും. അന്ന് നമ്മൾ ഈ 5 വക്ത് നിസ്കരിച്ചും ജമാഅത്തും മറ്റതും ഒക്കെ നടക്കണം, നമ്മളൊക്കെ പെരി പോയി കിടന്നുറങ്ങി. അതേ സമയത്ത് അങ്ങാടിയുള്ള പിള്ളേർ നേരം വെളുക്കുന്നവരെ അവര് തോരണം കെട്ടിയും തൂക്കിയും ഊര് ജമാഅത്തിനൊന്നും പോലുണ്ടാവും. ആകെ ഒരു പണി എന്നുള്ളത് ഓൽക്കത് മതിയാകൂടോ? അയാൾ പറയാണ്, ഞാൻ എല്ലാ റബീഉൽ അവ്വൽ 12 രാവിലും ഇങ്ങനെ സഞ്ചരിക്കും. ചിലപ്പോൾ പ്രസംഗിക്കാനായിരിക്കും, അതിലൊന്നുമില്ല, ഞാൻ സഞ്ചരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാനിങ്ങനെ കാണും റോഡുകളിലൊക്കെ കുറേ യുവാക്കൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ കമാനങ്ങൾ, തോരണങ്ങൾ, ഇതൊക്കെ കഷ്ടപ്പെട്ട സാധുക്കൾ ചെയ്യാൻ. നമ്മളൊന്നും പലരും ഇതൊന്നും ചെയ്യുന്നില്ല. നമ്മളൊക്കെ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, അങ്ങനെ പള്ളിയിൽ പോകുന്നുണ്ട്, വരുന്നുണ്ട്. ഇതൊക്കെ ചെയ്ത് നമ്മളൊക്കെ കിടന്നുറങ്ങിയിരിക്കും. നമ്മളാരും ഇത് അറിയില്ല. റബീഉൽ അവ്വൽ 12 എത്തുമ്പോഴേക്കും ഇതൊക്കെ അലങ്കരിച്ച രൂപത്തിൽ റോഡുകളും മസ്ജിദുകളൊക്കെ സജ്ജീകരണത്തോടുകൂടി എത്തുകയാണ്. ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഈ പാവം യുവാക്കളാണ്. പലപ്പോഴും അയാൾ പറയണം, പലപ്പോഴും ഈ യുവാക്കൾ അവർ പള്ളിയിലൊന്നും വരില്ല. മതിയടോ, അവർക്കത് മതി എന്നാണ് പറയുന്നത്. അവർക്കത് മതി. പുറകിൽ ഇങ്ങനെ ഒരു ആളുകളങ്ങനെ കരയിപ്പിക്കുന്ന രൂപത്തിലൊരു ട്യൂണൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് ഭയങ്കര സങ്കടം. നിസ്കരിച്ചിട്ട് പറയുന്നത് എന്ത് തോന്നിവാസാണ്. ഈ യുവാക്കൾക്ക് അവിടെ വണ്ടി നിർത്തിയിട്ട് മക്കളെ നിങ്ങൾ നിസ്കരിക്കേണ്ടവരാണ്, നിങ്ങൾ പള്ളിയിൽ പോകാതെ ആയിപ്പോകരുത് എന്ന് പറയുന്നതിന് പകരം ഇയാൾ അഭിമാനത്തോടുകൂടി പറയാൻ. എന്നിട്ട് അത് ഷെയർ ചെയ്യുന്നത് ആരാണ്? ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും വലിയ സ്വീകാര്യനായി. കാരണം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അങ്ങനെയാണ്. ഒരാൾ വന്നിട്ട് കുറച്ച് ഇവിടുത്തെ ഫാഷിസ്റ്റ് ശക്തികളെ, ഇവിടെയുള്ള സംഘികളൊക്കെ ഒന്ന് നന്നായി എതിർത്ത് സംസാരിച്ചാൽ പിന്നെ അയാളുടെ ഒരു ഇഷ്ടമാണ്, അയാൾ നമ്മുടെ സ്വന്തം ആളാണെന്നാണ്. അതല്ലെങ്കിൽ 2 ജൂതന്മാരെ ചീത്ത പറഞ്ഞാൽ മതി, അപ്പോഴേക്ക് നല്ലതാണ്. ഇവൻ്റെ അടുക്കലുള്ള ശിർക്ക് എന്താണ്, ബിദ്അത്ത് എന്താണ്, ഇതിനൊന്നും പരിഗണിക്കാതെ ഇങ്ങനെയുള്ള ആളുകളെ പരിഗണിക്കുന്ന ആളുകളും സാധാരണക്കാർ, അവർ അറിവില്ലാത്തവരാണ്. പലപ്പോഴും ശരീഅത്തിൻ്റെ തെളിവുകൾക്കനുസരിച്ചിട്ടല്ല കാര്യങ്ങൾ നീക്കുക. അവരുടെ വികാരങ്ങളാണ്, ആത്തിഫത്താണ് പലപ്പോഴും ആ നിലക്കാണ്. അപ്പം ആ ആത്തിഫത്തുകളെ, വികാരങ്ങൾ ഇളക്കിവിടാൻ പറ്റുന്ന ഒരു BGM ഒക്കെ ഇട്ട് ഇയാളിങ്ങനെ പറയാണ്, റസൂലുള്ളാഹിൻ്റെ സ്നേഹം കൊണ്ടല്ലേ ഈ ചെയ്തത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഞാൻ ഒരു കാര്യം ചിന്തിക്കുകയാണ്, ഞാനിവിടെ കുറച്ച് ആളുകളെ എന്ത് ചെയ്യും, ഒരുമിച്ച് എൻ്റെ കൂടെ കൂട്ടും. എന്നിട്ട് മസ്ജിദിൽ ഒരാളോട് ഇഖാമത്ത് കൊടുക്കാൻ പറയും. എന്നിട്ട് ഞാൻ തീരുമാനിക്കുന്നത് കുറച്ച് വിറക് കൊള്ളികളുമായി പോകണം. എന്നിട്ട് മസ്ജിദിലേക്ക് വാങ്ക് കൊടുത്തിട്ടും വരാത്ത ആളുകളുടെ വീട് കത്തിച്ച് കളയണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പക്ഷെ അങ്ങനെ അവിടുന്ന് ചെയ്തിട്ടില്ല. ബാങ്ക് കേട്ടിട്ടും മസ്ജിദിലേക്ക് വരാത്ത ആളുകളോട് അത്രയും അമർഷത്തോടു കൂടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ ഞങ്ങൾ റസൂലിനോട് സ്നേഹം കാരണത്താൽ തോരണം കെട്ടി. എന്തിന്? റസൂലുള്ള പറഞ്ഞിട്ടാ, ഹദീസുകളിൽ വന്നിട്ടാ? ഒന്നുമല്ല. ഒരു ബിദ്അത്തിന് വേണ്ടി തോരണങ്ങൾ ചെയ്യുന്ന പ്രവർത്തനമോ ബാത്തിൽ, അതിൻ്റെ അപ്പുറത്തേക്ക് നിസ്കാരം തന്നെ ഉപേക്ഷിക്കുന്ന പ്രവർത്തികൾ. കാരണം പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് മാത്രം കണ്ടതുകൊണ്ടാണ്. നമ്മൾ സ്റ്റേറ്റിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ആ നാട്ടിൽ ഏറ്റവും മോശത്തരത്തിനൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഈ രൂപത്തിൽ സംഗീത ഉടമ്പടികളോടുകൂടി ഘോഷയാത്ര നടത്തി റോഡ് നീളെ ബ്ലോക്കാക്കി ഈ രൂപത്തിൽ ചെയ്യുന്നത്. കാരണം അവിടെയൊക്കെ വിശ്വസിക്കുന്നതും അവരുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്, മതി, വർഷത്തിലൊരു വർഷം നീ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, മതി, ഇത് നിനക്ക് നാളെ ശഫാഅത്തിന് മതി എന്ന രൂപത്തിൽ സഹോദരങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആകാശത്ത് ഒരു തെറ്റുപോലും ചെയ്യാത്തതായ മലക്കുകൾ ഒരു പാപം ചെയ്തിട്ടില്ല.
അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് അത് മാത്രം ചെയ്യുന്നതാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ. അങ്ങനെയുള്ള എത്ര മലായിക്കത്തുകൾ ആകാശത്തുണ്ട്. ലാ തുഗ്നി ശഫാഅത്തുഹും ഷൈആ, അള്ളാഹിൻ്റെ അടുക്കൽ അവരുടെ ശുപാർശയൊന്നും സ്വീകരിക്കുകയില്ല കേട്ടോ. ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വറല്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്തിട്ടല്ലാതെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ ഇവന് എല്ലാ രൂപത്തിലുള്ള കോൺഫിഡൻസ് നൽകിക്കൊണ്ട് അവൻ്റെ മഅസിയത്തുകളിലേക്ക് ആളുകളെ ഇത്തരത്തിലുള്ള വൈപിഴപ്പിക്കുന്ന പണ്ഡിതന്മാർ നയിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.